ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്, ഹാപ്പി ഓണം ടു ഓൾ. അപ്പം ഇന്ന് ഓണമൊക്കെയാണ്. ഇന്നലെ ഞാൻ കിടക്കാൻ 2-2:30 സമയമായിട്ടുണ്ട് കേട്ടോ. കുറച്ച് സദ്യയുടെ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. ബട്ട് അമ്മ ഉറങ്ങിയിട്ടേ ഇല്ല കേട്ടോ. അങ്ങനെ കാലത്ത് തന്നെ എണീച്ചിട്ട് നേരെ പോയിട്ടുണ്ടായിരുന്നു വിളക്ക് വയ്ക്കാനാണ്. നമുക്ക് ഇപ്രാവശ്യം ഓണം ഇല്ല കേട്ടോ. തറവാട്ടിലൊരു അച്ഛൻ മരിച്ചുകൊണ്ട് തന്നെ ഇപ്രാവശ്യം ഓണം ഇല്ല. മാത്രമല്ല മേമയും വിട്ടില്ല, മേമയുടെ അമ്മയും ഇതുപോലെ തന്നെ മരണപ്പെട്ടു. സോ ഇത്തവണ നമ്മൾ പൂക്കളൊന്നും ഇട്ടിട്ടില്ല. അതുകൊണ്ട് വലിയൊരു പണി ഇന്ന് നമുക്കില്ല കേട്ടോ. ദെൻ സദ്യ എൻ്റെ ഒരു നിർബന്ധപ്രകാരം ഉണ്ടാക്കിയ സംഭവമാണ്. സദ്യക്കപ്പുറം എനിക്ക് വേണ്ടത് പായസമാണ് കേട്ടോ. അതുകൊണ്ടാണ് എനിക്ക് എല്ലാ വിഭവങ്ങളും കഴിച്ചു കഴിഞ്ഞിട്ട് ലാസ്റ്റ് പായസവും പപ്പടവും പഴവും കൂട്ടി കഴിക്കുമ്പോഴൊരു സുഖമുണ്ടല്ലോ. അങ്ങനെ വിളക്കൊക്കെ വെച്ച് കഴിഞ്ഞ് നേരെ ഇനി നമ്മൾ ക്ഷേത്രത്തിലോട്ട് പോകാൻ പോവാണ് കേട്ടോ. തിരുവോണ ദിവസം നേരത്തെ എണീക്കുന്നു, വിളക്ക് വെക്കുന്നു, അമ്പലത്തിൽ പോകുന്നു, തിരിച്ചു വരുന്നു. പിന്നെ കുറച്ച് ഫോട്ടോഷൂട്ടും കാര്യങ്ങളും അതെല്ലാം കഴിഞ്ഞ് ഉച്ചയ്ക്ക് ഭക്ഷണം കൂടി കഴിഞ്ഞാൽ നമ്മുടെ ഓണം കഴിഞ്ഞു കേട്ടോ. ഈ തവണ എൻ്റെ ബ്രദറും ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നേ. അവനും ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ കൂടെ തിരുപ്പൂരായിരുന്നു. സോ ഇന്നലെ നൈറ്റാണ് കേട്ടോ ഇവരൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നത്. മഴ ആയതുകൊണ്ട് തന്നെ അവന് പോകാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. സോ ഫൈനലി ഞങ്ങൾ എല്ലാവരും ഡ്രസ്സൊക്കെ ചെയ്ത് കഴിഞ്ഞ് നേരെ ക്ഷേത്രത്തിലോട്ട് ഇറങ്ങാൻ നിൽക്കുകയാണ്. ജാൻവിക്ക് ഇന്ന് ഒരു മൂഡും ഉണ്ടായിരുന്നില്ല കേട്ടോ. ആ ഒരു പട്ടുപാവാടയും ബ്ലൗസും ഒക്കെ ഇട്ട് നല്ല ഫോട്ടോസൊക്കെ എടുക്കണമെന്നുണ്ടായിരുന്നു. ബട്ട് ആള് ഇന്ന് ഫുൾ ശോകാവസ്ഥയിലാണ്. സോ മര്യാദയ്ക്ക് ഒരു ഫോട്ടോ പോലും അവളത് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ദെൻ എൻ്റെ ഈ ഒരു സാരി സാരിയുള്ളതൊരു സെറ്റ് മുണ്ടുമാണ്. ഈ ഒരു കോംബോ പ്രിയാൻഷ് എന്ന് പറഞ്ഞൊരു ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്നാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. നല്ല കംഫർട്ടായിട്ട് ഉടുക്കാൻ പറ്റിയൊരു സാരിയാണിത്. സെറ്റ് മുണ്ടുമാണ് ഇത്. എല്ലാ തവണയും നമ്മൾ വീടിൻ്റെ അടുത്തുള്ള കണ്ണഞ്ചേരി ഗണപതി ടെമ്പിളിലോട്ടാണ് പോകുന്നത്. ബട്ട് ഈ തവണ നമ്മൾ പുതിയമ്പലം മീൻസ് ശ്രീകണ്ഠേശ്വര ക്ഷേത്രം എന്നാണ് പറയുക. നമ്മൾ പുതിയമ്പലം എന്ന് പറഞ്ഞിട്ട് ആ പേരന്ത് അങ്ങനെ പോയി കേട്ടോ. ഇങ്ങോട്ടൊക്കെയാണ് നമ്മൾ വന്നിട്ടുണ്ടായിരുന്നത്. അതിനൊരു കാരണം ഉണ്ടായിരുന്നു, ഞാൻ വഴിയെ പറഞ്ഞുതരാം കേട്ടോ. അങ്ങനെ അവിടെയും തൊഴുതു. ജാൻവിത എൻ്റെ കയ്യിലിരിക്കുന്നുണ്ട്. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഒരു മൂഡ് തീരെ ഇന്നൊരു ശരിയില്ലായിരുന്നു. സോ ഒരു മാതിരി വാശിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഓണത്തിന് ഒരുവിധം ഷൂട്ടൊക്കെ ഞാൻ മുന്നേ കംപ്ലീറ്റ് ചെയ്യാറുണ്ട്. ബട്ട് ഇത്തവണ ഏട്ടല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് അതിന് പോകാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. മാത്രമല്ല ഓണത്തിൻ്റെ ഒരു ദിവസം മുന്നേയൊക്കെയാണ് ഞാനും എത്തിയിട്ടുണ്ടായിരുന്നത്. ഷൂട്ടിന് വിളിച്ചെങ്കിലും പോകാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു കേട്ടോ. അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു ക്ഷേത്രത്തിൽ. നമ്മൾ ക്യൂ നിന്നിട്ടാണ് നമുക്ക് ദർശനമൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ക്ഷേത്രത്തിൽ നിന്ന് നമുക്ക് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോകുന്നത് ഫുഡ് കഴിക്കാനാണ്. ഇറങ്ങാൻ തന്നെ ഒരു 11-12 മണിയായിട്ടുണ്ട്. അപ്പോഴത്തേക്ക് നല്ല വിശപ്പായിരുന്നു കേട്ടോ. ദെൻ ഞാൻ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു നമ്മൾ ബീച്ചിലുള്ള ബോംബെ ഹോട്ടലിലേക്കാണ്. എൻ്റെയും ഏട്ടനെയും കുറേ അധികം ഓർമ്മകൾ നിറഞ്ഞിട്ടുള്ള ഹോട്ടലും കൂടിയാണ് കേട്ടോ ഇത്. അങ്ങനെ എത്തിയപ്പോൾ തന്നെ ജാൻവിക്കുട്ടിക്ക് ഫസ്റ്റ് ഒരു നൈസ് പത്തിരി വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നേ. അവിടെ ഈ ഇടയായിട്ട് കറിയൊന്നും കൂട്ടാതെയാണ് ഫുഡ് കഴിക്കുന്നത്. കറിയൊക്കെ കൂട്ടി കഴിക്കുന്ന കുട്ടിയായിരുന്നു. ബട്ട് എന്താ അറിയില്ല, ഇപ്പോൾ ഫുൾ ചോറായാലും ചോറിനൊക്കെ എന്നാലും ഞാൻ കുറച്ച് കറിയൊക്കെ കൂട്ടും കേട്ടോ. ഇങ്ങനെയാണ് അവൾ കഴിക്കുന്നത്. ദെൻ ഞങ്ങളെല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു പൊറോട്ടയാണ്. പൊറോട്ടയ്ക്ക് കോംബോ ആയിട്ട് നമ്മുടെ എക്കാലത്തെയും ഫേവറേറ്റായ ബീഫ് ഫ്രൈയും ദെൻ ഒരു ചിക്കൻ കറിയും കൂടി പറഞ്ഞേ. പാവം മിന്നൂസ് ക്ലിപ്പ് ഇട്ടുകൊണ്ട് തന്നെ അവൾക്ക് അത്രയധികം ആസ്വദിച്ച് കഴിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഇനി നമ്മൾ നേരെ പോകുന്നത് എൻ്റെ വീട്ടിലോട്ടാണ്. പൊതുവേ നമ്മൾ ഓണത്തിന് വൈകുന്നേരം അല്ലെങ്കിൽ പിറ്റേ ദിവസമൊക്കെയാണ് പോവാറ്. ബട്ട് ഇന്ന് ഉണ്ണി ഇവിടെ ഡ്രോപ്പ് ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ട് കേട്ടോ. കാരണം അവന് തിരുപ്പൂരായിരുന്നു, അവൻ വീട്ടിലോട്ട് വന്നിട്ടില്ലല്ലോ. അമ്മയുടെ അച്ഛന് 2 മക്കളും വീട്ടിലില്ലാത്തൊരു വിഷമം അവർക്ക് നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ വീട്ടിലെത്തി എല്ലാവരും ഇവിടെ ഇരിക്കുന്നുണ്ട്. ആ ബ്ലൂ ഷർട്ട് എൻ്റെ പാപ്പനാണ്, അച്ഛൻ്റെ അനിയനാണ്. ആ ഇരിക്കുന്നതാണ് എൻ്റെ അച്ഛൻ. എൻ്റെ വീട്ടിലെ പൂക്കളാണ് കേട്ടോ ഇത്. ഞങ്ങൾ പൂ വിട്ട് കഴിഞ്ഞ് ഇങ്ങനെ കുടയൊക്കെ കുത്തും കേട്ടോ. ചില സ്ഥലത്തൊന്നും ആ കുട കുത്തൊന്നും ഞാൻ കാണാറില്ല. ബട്ട് നമ്മുടെ ഏരിയയിലൊക്കെ എല്ലാവരും കുത്താറുണ്ട് കേട്ടോ. ദെൻ നോക്കുമ്പം രജിതേച്ചി അവിടെ പൂ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഇത് വ്ളോഗിൽ വരുന്ന സമയത്ത് എന്നെ ആൾ പഞ്ഞിക്കിടും ഗൈസ്. അങ്ങനെ ഇതേ ജാൻവിയുടെ അടുത്ത് അമ്മ എന്തൊക്കെയോ കുശലങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. അവളുടെ അടുത്ത് എന്ത് ചോദിക്കുമ്പോൾ അതിനനുസരിച്ച് ഓപ്പോസിറ്റ് മറുപടി മാത്രമേ എൻ്റെ പുത്രി പറയാറുള്ളൂ ഗൈസ്. എത്തിയപ്പോൾ തന്നെ അമ്മ ദേ ഒരു ഗ്ലാസ് പായസം എടുത്ത് തന്നിട്ടുണ്ട്. നമ്മളെ വരുന്ന വഴി കഴിച്ചുകൊണ്ട് തന്നെ ഒരു വിശപ്പും ഉണ്ടായിരുന്നില്ല. സോ ഞാനൊരു ഗ്ലാസ് പായസത്തിൽ ഒതുക്കി ഗൈസ്. ഞങ്ങളങ്ങനെ ഇറങ്ങാൻ വേണ്ടി പോവാണ്. ഇവർക്ക് നമ്മൾ ഡ്രസ്സൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. പൊതുവേ നമ്മൾ ഓണത്തിൻ്റെ പിറ്റേ ദിവസമായിരുന്നല്ലോ വരാറ്. ഇനിയിപ്പോൾ നാളെ വരുന്ന സമയത്ത് എല്ലാവർക്കും ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് വേണം വരാൻ വേണ്ടി. ജസ്റ്റ് ഒന്ന് ഉണ്ണിയെ ഇറക്കാൻ വേണ്ടി വന്നതാണല്ലോ. അങ്ങനെ നമ്മൾ നേരെ ഇറങ്ങി അങ്ങനെ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. എത്തിയപ്പോൾ തന്നെ ഞാൻ അമ്മൂനെ ഒന്ന് സോപ്പിട്ട് പിടിച്ചിട്ടുണ്ട്. കാരണം എനിക്ക് കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ വേണ്ടിയിരുന്നു കേട്ടോ. അങ്ങനെ എൻ്റെ നീണ്ട പ്രഹസനങ്ങൾക്കൊക്കെ ശേഷം ഞങ്ങൾ ഇതേ സദ്യ കഴിക്കാൻ വേണ്ടി പോവാണ് ഗൈസ്. ഇതിലെന്നോട് പച്ചടി വെക്കാൻ വേണ്ടി വിട്ടുപോയി. കുക്കുംബർ പച്ചടി വെക്കാനാണ് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത്. അതാവുന്ന സമയത്ത് വേഗം ഉണ്ടാക്കി കഴിയാലോ. ഇലയിട്ട് സദ്യ വിളമ്പിയപ്പോഴാണ് എൻ്റെ പച്ചടിയുടെ കാര്യം എനിക്ക് ഓർമ്മ വന്നത്. അങ്ങനെ മനസ്സോടെ ഞാൻ അതും സ്കിപ്പ് ചെയ്ത് എൻ്റെ തീറ്റ തുടങ്ങിയിട്ടുണ്ട്. നമ്മളങ്ങനെ വിഭവ സമൃദ്ധമായിട്ടൊന്നും സദ്യ ഒരുക്കിയിട്ടുണ്ടായിരുന്നില്ല. അത്യാവശ്യം വേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാനല്ല, അമ്മ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്.
ഗൈസ് ലാസ്റ്റ് ഇലയിൽ കുറച്ച് പായസവും പഴവും ഞാൻ നേരത്തെ തിന്നു. കുറച്ച് പഴവും കുറച്ച് പപ്പടവും ഞാൻ ചക്ര. നിങ്ങളത് കേൾക്കുന്നുണ്ടോ ഗൈസ്? ഒരു പായസപ്രാന്തിയാണ് ഞങ്ങൾ ആക്കുന്നത്. ഫൈനലി ഞാൻ കഴിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്ത സെക്ഷനിൽ ഇവരൊക്കെ ഇരിക്കുന്നുണ്ട്. അങ്ങനെ എല്ലാവർക്കും വിളമ്പി കൊടുത്തു. അവർ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഫുഡൊക്കെ കഴിഞ്ഞ് റെസ്റ്റ് എടുക്കുമ്പോഴത്തേക്കും വൈകിട്ടായപ്പം ചേച്ചിയും ചേട്ടനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. എല്ലാവരും വന്നപ്പോഴത്തേക്കും ഒരു ജക്ക പുകയായിട്ടോ. അതിനിടയ്ക്ക് ജാൻവി നെഹിക്കുട്ടി ഇതേ ഉള്ള ടോയ്സ് മുഴുവൻ ഇവിടെ നിർത്തിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് രാവിലെ തൊട്ട് വൈകിട്ട് കിടക്കുന്നത് വരെ ഇത് തന്നെ ഉണ്ടോ പടി. ഇവരെടുത്തിടും നമ്മളെടുത്ത് വെക്കും, ഇവരെടുത്തിടും നമ്മളെടുത്ത് വെക്കും. അങ്ങനെ എല്ലാം കഴിഞ്ഞ് ഫുഡൊക്കെ കഴിഞ്ഞ് നേരെ കിടക്കാൻ പോകണം. ഞാൻ കുറച്ച് നേരത്തെ കിടക്കും, കാരണം എനിക്ക് കുറച്ച് വയറുവേദന ഉണ്ട് ഗൈസ്. കുറേ കാലത്തിന് ശേഷം കുറച്ചധികം ഫുഡ് കഴിച്ചുകൊണ്ടാണോ എന്ന് അറിയില്ല. ഞാൻ കിടക്കാൻ വേണ്ടി പോവാണ്. അപ്പം നമ്മുടെ ഇന്നത്തെ ഓണം വിശേഷം ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.